രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒടുവിൽ അയോധ്യ സന്ദർശനത്തിനെത്തി. രാമക്ഷേത്രത്തിൽ സന്ദർശനമൊക്കെ നടത്തി. അത് വലിയ സന്തോഷമാണ്. രാഷ്ട്രപതി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് അവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ PCC അധ്യക്ഷൻ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഞങ്ങൾ അയോധ്യയിൽ ശുദ്ധികലശം നടത്തുമെന്നാണ്. എത്ര വിരോധാഭാസമാണ് കോൺഗ്രസിൻ്റെ ഈ നിലപാടുകൾ. അതെ, നാനാ പട്ടോലെ, അതായത് അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം ഇന്നലെയാണ് പറഞ്ഞത് മുർമു അവിടെ സന്ദർശനം നടത്തി പോയല്ലോ. അവിടെ നടക്കുന്നതൊക്കെ ആചാരവിരുദ്ധാണ്. മോദി നടത്തുന്നതൊക്കെ ആചാരവിരുദ്ധാണ്. അപ്പോൾ മുർമു വന്ന് പോയതിൻ്റെ പേരിൽ അവിടെ ക്ഷേത്രം ശുദ്ധീകരിക്കും. മാത്രമല്ല, ഈ ശങ്കരാചാര്യന്മാരൊക്കെ ഇതിനെതിരായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ശങ്കരാചാര്യന്മാരെ വിളിച്ചു വരുത്തി തന്നെ ഇത് ശുദ്ധീകരിക്കും എന്നാണ് അങ്ങേര് പറഞ്ഞത്. ഇത് വല്ലാത്തൊരു സ്വാഭാവികമായും വല്ലാത്തൊരു വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട്. മോദി ഇന്നലെ ഭാർഘട്ടിൽ നടത്തിയ റാലിയിൽ ഇതിനെ നിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്തു. ഇവർക്കൊക്കെ രാഷ്ട്രീയത്തിൽ എന്താണ് അവകാശം ഇത് പറയാൻ? കോൺഗ്രസ്സുകാർക്ക് അവർക്ക് എല്ലാ സീറ്റിലും കെട്ടിവെച്ച കാശ് പോകട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. മോദി ഇവര് രാജ്യത്തിനെതിരാണ്, ഇവിടുത്തെ ഗോത്രങ്ങൾക്കെതിരാണ്, അമ്മമാർക്കും സഹോദരിമാർക്കും അപമാനമാണ് ഇത് പറയുന്ന കോൺഗ്രസ്സുകാർ. മോദി ഈ ശുദ്ധീകരണ പ്രക്രിയയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഇയാൾ എന്ത് അസംബന്ധമാണ് ഈ നാനാ പട്ടോലെ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം സഞ്ജയ് റാവത്ത് പറഞ്ഞത് ചർച്ച ചെയ്തിരുന്നു. അതിനു മുമ്പ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചർച്ച ചെയ്തിരുന്നു. സഞ്ജയ് റാവത്ത് ഉപമിച്ചത് മോദിയെ ഔറംഗസേബിനോടാണ്, മുഗൾ ചക്രവർത്തിയോട്. അത് അസംബന്ധമായിരുന്നു. കാർക്കറയെ വെടിവെച്ചു കൊന്നത് മറ്റേ RSS ബന്ധമുള്ള കോൺസ്റ്റബിൾ ആണെന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് വിജയ് പറഞ്ഞത്. ഇതിങ്ങനെ അസംബന്ധത്തിന്റെ മാലപ്പടക്കമാണ് അവിടെ കോൺഗ്രസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ BJPക്ക് വലിയ സാധ്യതകൾ, മുൻതൂക്കം ഉണ്ടാവും, പക്ഷെ വലിയ സാധ്യതകളിലേക്ക് വരുമോ എന്ന് സംശയിച്ചിരുന്നതാണ്. ഇത് കാർക്കറയെ വെടിവെച്ച് കൊന്നത് RSS ബന്ധമുള്ള കോൺസ്റ്റബിൾ ആണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അബദ്ധത്തിലേക്കാണ് ചേരുന്നതെന്ന്. പിന്നെയാണ് ഇങ്ങനെ വരുന്നത്. ഇത് ഈ പിന്നാക്ക വിഭാഗങ്ങളൊക്കെ എതിരാവുകയല്ലേ ചെയ്ത ഒരു ഗോത്ര വിഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വനിത, രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, ഇന്ത്യയുടെ പ്രഥമ വനിത ഒരു ക്ഷേത്രത്തിൽ പോയി, പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവരവിടെ പോയത് തന്നെ അവരെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിവര് വലിയ വിവാദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഈ പ്രോട്ടോക്കോളിനെ പറ്റി വിവരമില്ലാഞ്ഞിട്ടാണ്. പ്രധാനമന്ത്രി ഒരു മുഖ്യാതിഥിയായിട്ടുള്ള ഒരു സ്ഥലത്ത് രാഷ്ട്രപതി ഉണ്ടാവില്ല, രണ്ടുപേരെയും കൂടി ഒന്നിച്ച് വിളിക്കില്ല. ഡൽഹിയിൽ ഒരിക്കലും ഒരു ചടങ്ങിലും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒന്നിച്ച് കാണുകയില്ല. അവരുടെ അകത്തെ ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ തുടങ്ങിയ ഇതിലൊക്കെ കാണുള്ളൂ. കാരണം പ്രോട്ടോകോൾ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മോദിയാണ് അവിടെ പ്രതിഷ്ഠ നിർവഹിച്ചത്. അപ്പൊ അവിടെ രാഷ്ട്രപതിക്ക് സ്ഥാനമില്ല. രാഷ്ട്രപതിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും മോദിയും അവിടെ വരേണ്ടതില്ല. ആരെങ്കിലും ഒരാൾ വരേണ്ട കാര്യമേ ഉള്ളൂ. അന്ന് രാഷ്ട്രപതി ഒഴിവാക്കി വലിയ വിവാദം. അതുകൊണ്ട് മറ്റേ പിന്നാക്ക വോട്ടുകൾ കിട്ടുമോ എന്നായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. ഇപ്പോഴാണെങ്കിൽ ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? മുഴുവൻ പിന്നാക്കക്കാരും എതിരാവുകയല്ലേ ചെയ്യുന്നത്. അത് PCC അധ്യക്ഷനാണ് അത്തരത്തിലുള്ള കമന്റുകളൊക്കെ പറയുന്നത്. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും ഇങ്ങനൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒന്നാമത് ഈ അയോധ്യ ക്ഷേത്രത്തിനെ പറ്റി വല്ല വിവരവും ഇവർക്കുണ്ടോ? അവിടെ രാമനാമി സെക്ട്, ഇത് മുമ്പ് നമ്മളിവിടെ പലവട്ടം ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ആ പ്രതിഷ്ഠയൊക്കെ നടന്ന കാലത്ത് തന്നെ രാമനാമി സെക്ട് സമൂഹം
അവിടുത്തെ ഒരു പ്രത്യേക രാമ സമൂഹം, രാമഭക്ത സമൂഹം, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു സന്യാസ സമൂഹമാണത്. ആ സമൂഹത്തിൻ്റെ ആചാരങ്ങളനുസരിച്ചിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അവർക്ക് ഈ മറ്റേ ബ്രാഹ്മണ്യമൊന്നുമല്ല ആചാരത്തിലുള്ളത്. അത് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സന്യാസ സമൂഹമാണത്. കാരണം അതിൻ്റെ തന്നെ ആചാര്യൻ നമ്മുടെ വിശിഷ്ടാദ്വൈതത്തിൻ്റെ ശ്രീ പെരുമ്പുതൂരിലെ രാമാനുജാചാര്യരുടെ ഒക്കെ ശിഷ്യ പരമ്പരയിൽ പെട്ട ആളാണ്. കാശിയിൽ വെച്ചിട്ടാണ് അഭിഷേകം നടന്നത്. അത് കഴിഞ്ഞാണ് ഈ അയോധ്യയിലുമൊക്കെ ഈ സമൂഹം വളരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ഒരു ഇത്തരം ഈ താന്ത്രിക ആചാരങ്ങളില്ലാത്ത സ്ഥലമാണത് ഈ ക്ഷേത്രം. അവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഉള്ളത് കൊണ്ടല്ലേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചത്. അതെ, അങ്ങനത്തെ ഒരു ക്ഷേത്രമാണത്. നമ്മൾ ഈ ശബരിമല ഒക്കെ കാണുന്ന പോലെ എല്ലാവർക്കും തീർത്ഥയാത്ര നടത്താവുന്ന ഒരു സ്ഥലം. അവിടെ ഒരു ഗോത്രവർഗത്തിൽ ജനിച്ച ഒരാൾ അവിടെ ചെന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ശുദ്ധികലശം നടത്തും എന്ന് പറയാൻ എന്ത് അവകാശമാണ് കോൺഗ്രസിനുള്ളത്? കോൺഗ്രസ് സോണിയാഗാന്ധിയെ ക്ഷണിച്ചിരുന്നല്ലോ, രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിരുന്നല്ലോ. എന്താ സോണിയാഗാന്ധി പോകാതിരുന്നത്? സോണിയാഗാന്ധിക്ക് കുടുംബസമേതം പോകാമായിരുന്നല്ലോ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും റോബർട്ട് വാദ്രയും അല്ലേ ഒരുമിച്ച് കൂട്ടി പോകാമായിരുന്നു. എന്നാൽ അതൊക്കെ റായ്ബറേലിയിൽ പത്രിക കൊടുക്കുന്നതിന് മുമ്പ് അയോധ്യയിൽ പോകും എന്ന് പറഞ്ഞും വാർത്തകൾ വന്നിരുന്നു. ചെയ്തിട്ടില്ല. എന്നിട്ട് അവിടെ രാഷ്ട്രപതി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഭീകരമാംവിധം വിമർശിക്കാൻ മാത്രം എന്ത് തെറ്റാണ് രാഷ്ട്രപതി ചെയ്തത്? അവരൊരു ഗോത്രവർഗത്തിൽ ജനിച്ചു എന്നുള്ളത് തെറ്റാണോ? നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരം എത്രയോ ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം വന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് അവർണർക്ക് അവരുടേതായ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. മറ്റേ ഈ പൊതു ഉടമയിലുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ പ്രവേശനം ഉണ്ടായത്. അതുകൊണ്ടതൊരു ഈ പലരും പറയുന്നത് പോലത്തെ ഒരു വലിയ ഇഷ്യൂ അല്ലത്. കാരണം അവരവർക്ക് അവരവരുടേതായ ആചാരങ്ങളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് വടക്കം പറവൂരില് കാക്കനാട്ട് കുടുംബം എന്ന് പറഞ്ഞ ഈഴവ കുടുംബം ഒരു ക്ഷേത്രം നടത്തിയിരുന്നു. അവിടെ അധസ്ഥിതരെ കൂടി പ്രവേശിപ്പിക്കണമെന്ന് നാരായണ ഗുരു പറഞ്ഞു. അത് അവിടുത്തെ ആചാരത്തിന് നിരക്കുന്നതല്ല എന്ന ആ ഈഴവ ഉടമകൾ നിലപാടെടുത്തിട്ട് നാരായണ ഗുരുവിനെതിരെ കേസ് കൊടുത്തു. ആ, അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പെരുമ്പാവൂരിലെ കോടതിയിൽ ഈ കേസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ മജിസ്ട്രേറ്റ് അദ്ദേഹം സന്യാസി ആയതുകൊണ്ട് കോടതിയിൽ വരണ്ടെന്നൊക്കെയുള്ള നിലപാടൊക്കെ എടുത്തു. ഏതായാലും അതിൽ തീർപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് നാരായണ ഗുരു സമാധിയും ഒക്കെ വന്നു. ഇങ്ങനെ തന്നെ ഒരു ചരിത്രമുണ്ട്. പിന്നെ അതുപോലെ ഓമൽ, സാധു ഓമൽ, മറ്റേ കോഴഞ്ചേരിയിൽ ഹരിജനങ്ങളുടെ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ദളിത് ശിവൻ. ആ, അത് ശ്രീനാരായണ ഗുരുവിന്റെ ഈഴവ ശിവൻ എന്ന് പറയാറില്ല. ആ പ്രതിഷ്ഠയ്ക്കൊക്കെ 19 കൊല്ലം മുമ്പാണ് അങ്ങനെ പ്രതിഷ്ഠ നടത്തിയത്. ആ, സാധു ഓമൽ എന്ന് പറഞ്ഞ ദലിതന്റെ പ്രതിഷ്ഠ ഉണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ശിവപ്രതിഷ്ഠ അത് നാരായണ ഗുരുവിന്റെ ഈഴവ പ്രതിഷ്ഠയ്ക്ക് വളരെ മുമ്പാണ്. അത് വളരെ പ്രശസ്തമാണ്. അതൊക്കെ വളരെ മുമ്പാണ്. ആളുകൾ വിചാരിക്കുന്നത് ഇതാണ് ഗുരുവിൻ്റെതാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ധീവരർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഈഴവർക്ക് അവരുടേതായ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ക്ഷേത്രപ്രവേശന വിളംബരം വന്ന ശേഷവും പിന്നെ ദലിതര് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടായിരുന്നില്ല. തിരുവിതാംകൂറില് പോയില്ലായിരുന്നു. ഈഴവരാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതറിഞ്ഞിട്ട് ദലിതരെ കൂടി കയറ്റാൻ വേണ്ടി തിരുവിതാംകൂറിൽ വന്ന് 15 ദിവസം താമസിച്ചു ഗാന്ധിജി. എന്നിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തുന്ന പൊതുപ്രസംഗത്തിൽ അദ്ദേഹം മറ്റേ
ചോദിച്ചതായിട്ട് ടെണ്ടുൽക്കർ എഴുതിയ 4 ഭാഗം ആത്മകഥ, ജീവചരിത്രം, ഗാന്ധിയുടെ ജീവചരിത്രത്തിലുണ്ട് ആ പ്രസംഗങ്ങളൊക്കെ. അദ്ദേഹം ഈഴവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഈ പറയരെ ക്ഷേത്രത്തിൽ കയറ്റാത്തത്, ക്ഷേത്രപ്രവേശനം വന്നിട്ടും എന്ന് ചോദിച്ച് വളരെ നിശിതമായ. എന്നിട്ട് മറ്റേ ഹരിജനങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ അദ്ദേഹം പോയി കുട്ടികളെയൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അവര് തമാശക്ക് പറയുന്നുണ്ട്, അമ്പലങ്ങളിലൊക്കെ നിങ്ങളെ കയറ്റുന്നില്ല, നിങ്ങൾക്ക് സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം തരുന്നില്ല എങ്കിലൊക്കെ നിങ്ങൾ പോയി മോഷ്ടിക്കണം എന്ന് അദ്ദേഹം തമാശയോടുകൂടി അവരോട് സംസാരിക്കുന്നതൊക്കെ ഈ ടെണ്ടുൽക്കർ എഴുതിയ ജീവചരിത്രത്തിൽ കാണാം, ഗാന്ധിയുടെ. അപ്പോൾ ഈ പല കാര്യങ്ങളും പ്രക്ഷോഭങ്ങളിൽ കൂടി, സമരങ്ങളിൽ കൂടി, സഞ്ചാര സ്വാതന്ത്ര്യം, വൈക്കത്തും ഒക്കെ നടന്നത്. അംബേദ്കർ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി മഹാരാഷ്ട്രയിൽ സമരം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് വ്രതമെടുത്ത മോദി ആ ക്ഷേത്രത്തിൽ പോയിരുന്നു. അംബേദ്കർ പ്രക്ഷോഭം, മറ്റേ ദളിതർക്ക് പ്രവേശനം ചോദിച്ച്. അപ്പോൾ അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും പ്രവേശനമുള്ള സ്ഥലമാണ് അയോധ്യയിലെ രാമക്ഷേത്രം. അതിൻ്റെ അകത്ത് ജാതി വിവേചനം ഒന്നുമില്ല. എന്നിട്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നമ്മുടെ പ്രഥമ വനിത പോകുമ്പോൾ കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ നേതാവ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ശുദ്ധികലശം നടത്തും. അപ്പോൾ ഒരിക്കലും നടക്കാത്തൊരു കാര്യം, അതായത് ഒരിക്കലും ഭരണത്തിൽ വരില്ല എന്ന് കോൺഗ്രസ് അറിയാം, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ, ശുദ്ധികലശം നടത്തുന്നൊക്കെ. ഇങ്ങനെയൊക്കെ വിടുവായത്തരം പറയാനും ഒരു ധൈര്യം വേണ്ടേ? എന്താണിത് ഈ മണ്ടത്തരം പറയാനായിട്ട്? സത്യത്തിൽ ഈ മണ്ടന്മാർക്ക് ഒരു ധൈര്യം ഉണ്ടാവും എന്ന് പറയാറുണ്ട്, കാരണം അതല്ലേ അവർക്ക് അറിയാവൂ. പക്ഷെ കോൺഗ്രസ്സുകാർ ഒന്നും വിടാതെ ഇങ്ങനെ തുടർച്ചയായിട്ടാണല്ലോ പറയുന്നത്. അതെ, പട്ടോലെ, സഞ്ജയ് റാവത്ത്, മറ്റേ വിജയ് വട്ടേദാർ, അപ്പൊ ഒരു ചെയിൻ പോലെ ഇങ്ങനെ വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവൻ ഈ സഞ്ജയ് നിരുപമൊക്കെ അടുത്ത കാലത്ത് ഇതൊക്കെ വിട്ടില്ലേ. അപ്പൊ ഇങ്ങനെ മാല പോലെ വന്ന് ഈ BJPയുടെ ഏജന്റുമാരെ പോലെയാണ് അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കിട്ടാത്ത വോട്ടുകളും കൂടി. ഒന്നാമത് BJPക്ക് അവിടെ നല്ല തരത്തിൽ വലിയ തോതിൽ പ്രചാരണം നടത്താൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ NCPയുടെ ഒരു കഷ്ണവും ശിവസേനയുടെ ഒരു കഷ്ണവും കൂടെ നിൽക്കുന്നതുകൊണ്ട് NCPയെ വിമർശിക്കാൻ പറ്റില്ല, ശിവസേനയെ വിമർശിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പൊ BJPക്ക് ഇവര് വിഷയങ്ങളും മരുന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രചാരണ രംഗത്ത്. ഇതെന്തായാലും ഭീകരമായിപ്പോയി, അപകടകരമാണ് എന്തായാലും ഇത്തരം പ്രചാരണം. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രപതി ഈ പറയുന്ന അയോധ്യയിൽ പോയി രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി, ആരതി ഒഴിഞ്ഞു, അല്ല ആ ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുത്തു. ഇത് വളരെ അഭിമാനകരമായൊരു സംഭവം കൂടിയാണ് മലയാളികളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച്. അവിടേക്കാണ് കുത്തിത്തിരിപ്പിൻ്റെ രാഷ്ട്രീയമായി കോൺഗ്രസ് പറയുന്നത്, ഞങ്ങൾ ഈ പറയുന്ന അവിടെ മൊത്തം ശുദ്ധികലശം നടത്തുന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ജനത വിലയിരുത്തി. ദ്രൗപദി മുർമു ഇനി പല ക്ഷേത്രങ്ങളിലും പോയി എന്ന് വരും. അതെ, എല്ലാ സ്ഥലത്തും ശുദ്ധികലശം നടത്താൻ പറ്റുമോ? മാത്രമല്ല ഈ ശങ്കരാചാര്യന്മാർ പോയി പ്രതിഷ്ഠ നടത്തേണ്ട സ്ഥലമല്ലായിരുന്നു അയോധ്യ. ഒരു ശങ്കരാചാര്യരെ അവിടെ സന്നിഹിതനായിരുന്നുവെങ്കിൽ തന്നെ അദ്ദേഹം പ്രതിഷ്ഠ നടത്തണം എന്നുള്ള ആവശ്യം വന്നേനെ. അതിൻ്റെ അകത്ത് പ്രതിഷേധിച്ച ശങ്കരാചാര്യർക്കെതിരെ തന്നെ അദ്ദേഹം ആ സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് പൂരിയിലെ ശങ്കരാചാര്യരുടെയൊക്കെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ശങ്കരാചാര്യന്മാരുടെ അവിടെ ഈ ഞാൻ പറഞ്ഞ രാമസമൂഹം അവിടെ ഉള്ളത് കൊണ്ട് ശങ്കരാചാര്യന്മാരല്ല അവിടെ പ്രതിഷ്ഠ നടത്തേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ മോദി അവിടെ പ്രതിഷ്ഠ നടത്തിയത്. അവർക്ക് വേണ്ട രീതിയിലാണ് അത് ചെയ്തത്. എന്നിട്ടാണ് ഈ വിടുവായത്തം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ PCC അധ്യക്ഷൻ നാനാ പട്ടോലയുടെ ഈ വാക്കുകളൊന്നും ഇന്ത്യൻ സമൂഹം ചെവിക്കൊള്ളില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. എന്തായാലും ഈ പറയുന്ന, അതായത് ഈ ശുദ്ധികലശം നടത്തുമെന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടാണെന്ന് കണ്ടിട്ട് തന്നെയായിരിക്കും ആളുകൾ ഇനി കോൺഗ്രസിനെ വിലയിരുത്തുക തന്നെ ചെയ്യാം. എന്തായാലും തൽക്കാലം നമുക്ക് ഈ വിഷയം ഇവിടെ നടത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.